ഒരു ജിഹാദിയാക്കി മാറ്റിയിരിക്കുകയാണ് പൃഥ്വിരാജിനെ. ആ ഒരു കടന്നുകയറ്റമാണ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് അല്ലേ, ഗോപാലകൃഷ്ണൻ തന്നെ ആ ഭാര്യയെക്കുറിച്ച് പറയുന്നത്, തൃശ്ശൂർ ഒരു യോഗത്തിൽ ഗോപാലകൃഷ്ണൻ തന്നെ ഭാര്യയെക്കുറിച്ച് സുപ്രിയയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു. അപ്പോൾ ആ കുടുംബത്തിലേക്കും കൂടെ ഒരു അക്രമം ഇപ്പോൾ കയറിയിരിക്കുകയാണ്. അത് എങ്ങനെയാണ് നമുക്കൊക്കെ ഒരു മലയാളികൾക്ക് എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? അത്തരം ഒരു സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യത്തിലാണ് ജീവിക്കേണ്ടതായി വരുന്നത്. സുപ്രിയ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി അത് അപ്പം ആളുടെ ഹസ്ബൻഡ് ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പം ആളത് കാണുന്നു. ആളുടെ ഹസ്ബൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഒരു വലിയ സിനിമയുടെ പുറകിലായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ സുപ്രിയ പോലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് നാളെ ഒരു വലിയ ബേഡനെ ഇറക്കി വെക്കുന്ന പോലെ പുള്ളിക്കാരിക്ക് ഇപ്പം ഇവൻ തോന്നുക. അപ്പം അത്രയും വലിയൊരു സിനിമ ഒരു കുറേ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അതേ സുപ്രിയയുടെ ലാംഗ്വേജിൽ പുള്ളിക്കാരി അത് എഴുതി വിട്ടതാണ്, പറഞ്ഞു മനസ്സിലാവും. അപ്പോൾ അതിനൊരു ആവേശം കാണുമായിരിക്കാം, ഒരു എക്സൈറ്റ്മെൻറ്റ് ഒപ്പീവൻ ഉണ്ടായിരിക്കാം. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും പുള്ളിക്കാരി അത് എഴുതി വിട്ടത്. അപ്പം ആ എഴുതി വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേരത് നെഗറ്റീവായിട്ട് എടുത്ത് ഭയങ്കരമായിട്ട് അത് അപ്പോൾ അതിപ്പോൾ ഓരോരുത്തർ സ്വീകരിക്കുന്ന രീതിയാണല്ലോ. വേറൊരാൾ എഴുതി വെച്ചൊരു കാര്യം മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണല്ലോ.